ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെന്റർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ആണ്. ഇപ്പോൾ പുതിയ റൂൾസ് അനുസരിച്ച് നമുക്ക് സാധാരണ രീതിയിലൊന്നും യൂട്യൂബ് വീഡിയോസ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്കിപ്പോൾ ഒരു ചാനൽ ഉണ്ടായിരുന്ന ഗിയർ ഷിഫ്റ്റ് ലാസ്റ്റ് ഇയർ വരെയും അത് മോണിറ്റൈസ് ചെയ്ത ഒരു ചാനലാണ്. പക്ഷേ പുതിയ റൂൾസ് അനുസരിച്ച് നമുക്കിപ്പോൾ 4000 വാച്ച് ടൈം ഹവേഴ്സ് അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എൻ്റെ ഈ ഒരു ചാനൽ ഓൾറെഡി മോണിറ്റൈസ് ചെയ്തതാണ്. പക്ഷേ പുതിയ റൂൾസ് വന്ന ആ സമയത്ത് അത് ഡീമോണിറ്റൈസ് ചെയ്യപ്പെട്ടു. സോ ഇപ്പോൾ ഞാൻ വീണ്ടും അത് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് ഹവേഴ്സിൽ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മാസത്തിന് മുമ്പായി ഞാൻ അത് ഓൾറെഡി റിവ്യൂവിന് വേണ്ടിയിട്ട് എനേബിൾ ചെയ്തതാണ്. പക്ഷേ ഇതുവരെ റിവ്യൂ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അതായത് നിങ്ങൾ ഓൾറെഡി റിവ്യൂവിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഒരു മെയിലോ ഒന്നും ഇപ്പോൾ യൂട്യൂബിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയ യൂട്യൂബ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജസ് ഒന്നും നിങ്ങളുടെ വീഡിയോസിൽ ഇടരുത്. അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോ ക്ലിപ്പുകൾ, ഇപ്പോൾ ഒരു മൂവിയുടെ ചെറിയൊരു ക്ലിപ്പായാലും മതി, ഒരു 5 സെക്കൻഡ് 4 സെക്കൻഡ് ക്ലിപ്പായാൽ തന്നെ നിങ്ങളുടെ കോപ്പിറൈറ്റ് പ്രശ്നം വരും. അത് കാരണം പഴയതുപോലെ യൂട്യൂബ് ഇപ്പോൾ ഓട്ടോമാറ്റിക് റിവ്യൂ ഒന്നുമല്ല നടത്തുന്നത്, മാനുവൽ റിവ്യൂ ആണ്. അതായത് ഒറിജിനൽ ആളുകൾ, ശരിക്കുമുള്ള മനുഷ്യരിരുന്ന് തന്നെ ഓരോ വീഡിയോസും റിവ്യൂ ചെയ്യുന്നു. കാരണം യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വന്നത് കാരണം അവരിപ്പോൾ അവരുടെ വീഡിയോ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിലും അവരിപ്പോൾ പുതിയ റിവ്യൂ മെത്തേഡ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതായത് മാനുവൽ റിവ്യൂ. സോ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ മൂവി റിവ്യൂസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ടിക്ടോക്ക് വീഡിയോസ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവർ, ഇവരെല്ലാം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം നിങ്ങൾ കഷ്ടപ്പെടുന്നതെല്ലാം വെറുതെ ആയിരിക്കും. 1000 വീഡിയോസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഒറ്റയടിക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഇല്ലാതാകും. ഇപ്പോൾ കറണ്ട് റൂൾ അനുസരിച്ച് യൂട്യൂബ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫേസ് കണ്ട്, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ വീഡിയോസിൽ ഫേസ് കണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ്, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇമേജസ് സ്ലൈഡ് ഷോ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വോയിസ് ഓവർ കൊടുത്ത് വീഡിയോസ് ചെയ്യണ്ടാവും. അതുപോലുള്ള വീഡിയോസും മോണിറ്റൈസേഷൻ ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. സോ എല്ലാവരും പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ പോലത്തെ വീഡിയോസ് ആണ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും അത് മോണിറ്റൈസ് ചെയ്യും. കാരണം നിങ്ങളുടെ വോയിസും ആ കുക്കിംഗ് വീഡിയോസും ആണെങ്കിൽ അത് തീർച്ചയായിട്ടും മോണിറ്റൈസ് ചെയ്യും. അതല്ലാതെ സ്ലൈഡ് ഷോ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളൊരു ഫിലിം റിവ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ആക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഫിലിമിൻ്റെ പോസ്റ്റർ വെച്ചിട്ട് ഒരു സ്ലൈഡ് ഷോ പോലെ എന്നിട്ട് നിങ്ങളുടെ സൗണ്ടിൽ റിവ്യൂ ചെയ്യുന്ന വീഡിയോസ്, ഇതെല്ലാം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. മോണിറ്റൈസേഷൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. സോ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് ഹവേഴ്സും കഴിഞ്ഞ് നിങ്ങൾ റിവ്യൂവിന് കൊടുത്തു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തിരിച്ചൊരു മെയിലോ അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ മോണിറ്റൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ യൂട്യൂബ് ചാനൽ എങ്ങനെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യും എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ്. ആക്ച്വലി ഇതെൻ്റെ ഒരു ഇംഗ്ലീഷ് ബേസ്ഡ് ചാനലാണ്, ഗിയർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിരുന്നു കുറേ നാളിന് മുമ്പ്. പക്ഷേ യൂട്യൂബിൻ്റെ പുതിയ റൂൾസ് അനുസരിച്ച് 1000 സബ്സ്ക്രൈബേഴ്സ് ആൻഡ് 4000 വാച്ച് ഹവേഴ്സ് ആയാൽ മാത്രമേ നമുക്ക് വീണ്ടും മോണിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വന്നത് പിന്നെ എൻ്റെ ഇത് ഡീമോണിറ്റൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് രണ്ടാമത്, ഇപ്പോൾ എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ റീസെൻ്റ്ലി. സോ നമുക്കതെങ്ങനെ എനേബിൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിൽ നിന്ന് തന്നെ നമുക്ക് ചാനലിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ലെഫ്റ്റ് സൈഡിൽ ചാനൽ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോണിറ്റൈസേഷൻ നോട്ട് എനേബിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഈ താഴെ ലെഫ്റ്റ് സൈഡിൽ കാണാം മോണിറ്റൈസേഷൻ, ഇതിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് സ്റ്റാറ്റസ് ഇൻ റിവ്യൂ സ്റ്റാർട്ടഡ്, വി വിൽ ഇമെയിൽ യു വെൻ യുവർ ചാനൽ ഈസ് അപ്രൂവ്ഡ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാച്ച് ഹവേഴ്സ് ഓൾറെഡി 7632 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് 1222 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് യു ഹാവ് റീച്ച്ഡ് 4000 watch hours in the previous 12 months and 1000 subscribers. Nice job. Your channel is now being reviewed to make sure it complies with. ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് യൂഷ്വലി വിത്തിൻ 1 month ഓർ സോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓൾറെഡി ഇപ്പോൾ 1 month 1.5 months കഴിഞ്ഞിരിക്കുകയാണ്.
എൻ്റെ ഇത് ഈ ഒരു ഓപ്ഷൻ അണ്ടർ റിവ്യൂ കാണിക്കുന്നത്. ആദ്യമൊക്കെ എല്ലാവരും ചാനൽസ് ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷൻ അപ്രൂവ് ആവുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് യൂട്യൂബിന് തന്നെ ഒരുപാട് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം ഇവരിപ്പോൾ ചെയ്യുന്നത് മാനുവൽ റിവ്യൂ ആണ് ചെയ്യുന്നത്. അതായത് ഓരോ ആളുകൾ ഇരുന്ന് റിവ്യൂ ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. അതുകൂടാതെ എല്ലാ ചാനൽസൊന്നും ഇപ്പോൾ മോണിറ്റൈസേഷൻ അപ്രൂവ് ആക്കി കൊടുക്കുന്നില്ല പുതിയ റൂൾസ് അനുസരിച്ച്. ഇപ്പോൾ നമ്മൾ സ്ലൈഡ് ഷോ വീഡിയോസ്, അതുപോലെ തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുത്ത് സ്ലൈഡ് ഷോ ചെയ്യുന്ന വീഡിയോസ്, ഇതൊന്നും അവർ അപ്രൂവ് ചെയ്യില്ല മോണിറ്റൈസേഷന്. അതുപോലെ തന്നെ ടിക്ടോക്ക് ബേസ്ഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും, പിന്നെ ഫിലിം റിവ്യൂസ് പോലെ ഏതെങ്കിലും ഒരു പിക്ചേഴ്സൊക്കെ വെച്ച് നമ്മൾ ഫിലിമിൻ്റെ റിവ്യൂ ചെയ്യുന്ന വീഡിയോസ്, അതിനും പ്രശ്നമാണ് ഇപ്പോൾ മോണിറ്റൈസേഷൻ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി അവർ പറയുന്ന രീതി അനുസരിച്ച് നമ്മളുടെ ഫേസ് ആ വീഡിയോയിൽ കാണാം. അതായത് നമ്മൾ ചെയ്ത വീഡിയോ തന്നെയാണെന്ന് കണ്ടാൽ മാത്രമേ അവർ മോണിറ്റൈസേഷൻ അപ്രൂവ് ആക്കുള്ളൂ. അങ്ങനെ കുറേ സംഭവങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ താഴെ കാണുന്ന ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. അതായത് ഏകദേശം 1 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇതുവഴി അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അതിനുശേഷം താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ സെൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഇതുപോലൊരു ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഡിയർ യൂട്യൂബ് ടീം, ഐ ഹാവ് കംപ്ലീറ്റഡ് ഓൾ ദ requirements for YouTube monetization with 1000 subscribers and 4000 hours watch time, but my channel is still under review, so please do something as soon as possible, thanks എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇതുപോലൊരു ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സ്റ്റാറ്റസ്, അതായത് നമ്മളിപ്പോൾ ഏകദേശം 7632 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, അതുപോലെ തന്നെ 222 സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാണുന്ന റെക്റ്റാങ്കിൾ ഇതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു യെല്ലോ ബട്ടൺ കാണുന്ന ഇതിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡൺ. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീൻഷോട്ട് ഇവിടെ ഓട്ടോമാറ്റിക് വരും ഈ ഒരു പിക്ചറിൽ. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ മെയിൽ സെൻഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇത് യൂട്യൂബിൻ്റെ ഒരു ഇൻബിൽട്ട് ഫങ്ഷനാണിത്. നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കാനുള്ളത്. അതിനുശേഷം നിങ്ങൾ ഈ സെൻഡ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു റിമൈൻഡർ പോലെ കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഇവർ മാനുവലായിട്ട് ഇത് റിവ്യൂ ചെയ്യും. ഏകദേശം ഒരാഴ്ചയോളം വീണ്ടും പിടിക്കും ഇത് റിവ്യൂ ആയി കഴിയാൻ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് അണ്ടർ റിവ്യൂ എന്ന് കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ താഴെ വരിക, ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്കിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും താഴെ വന്നിട്ട് സെൻഡ് ഫീഡ്ബാക്കിൽ അതുപോലെ ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ സ്ക്രീൻഷോട്ടും കൊടുക്കുക. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കും, അത് ഉറപ്പാണ്. യൂട്യൂബിൽ നിന്ന് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കംപ്ലീറ്റഡ് റിപ്ലൈ നിങ്ങൾക്ക് എന്തായാലും ലഭിച്ചിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.